ക്രിക്കറ്റ് ഒരു വ്യക്തിഗത കായിക ഇനമായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്മൃതി മന്ദാന ഇതുവരെയുള്ള എല്ലാ പ്രധാന ടൂർണമെന്റുകളും ഒരുപാട് തവണ നേടിയിരിക്കാം. സ്മൃതി മന്ദാന ഫോമിലായിരിക്കുമ്പോഴേക്കും അതിലും മികച്ചൊരു കാഴ്ച ലോക ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിൽ ഇല്ല എന്നതിന് പറയാം. When she's on song, there is no spectacle quite as majestic as this in world cricket. ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു താരം ക്രിക്കറ്റിന്റെ ഏതാണ്ട് എല്ലാ ഫോർമാറ്റിലും അസാമാന്യമായ ഡൊമിനേഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ വർഷത്തെ സ്മൃതി മന്ദാനയുടെ സ്ഥിതി വിവര കണക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിനം നിർണായകമായ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന ലോകകപ്പ് മത്സരത്തിൽ കൂടി സെഞ്ചുറി അടിച്ചതോടെ വനിതാ ക്രിക്കറ്റിലെ റാണിയും രാജകുമാരിയും ചക്രവർത്തിനിയും എല്ലാം താൻ തന്നെയാണെന്ന് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു സ്മൃതി മന്ദാന. കിവീസിനെതിരായ നിർണായക മത്സരത്തിൽ 95 പന്തിൽ 109 റൺസ് നേടിയാണ് മന്ദാന പുറത്താവുന്നത്. 4 സിക്സറും 10 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു മന്ദാനയുടെ ഇന്നിംഗ്സ്. ഇതോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ താരങ്ങളിൽ ഒരാളാവാൻ മന്ദാനയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരം ടെസ്മിൻ ബ്രിഡ്സിനൊപ്പമാണ് മന്ദാന ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇരുവരും ഈ വർഷം തന്നെയാണ് 5 സെഞ്ചുറികൾ നേടിയത്. 2024 പക്ഷേ കഴിഞ്ഞ വർഷം മന്ദാന 4 സെഞ്ചുറികൾ നേടിയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഇന്റർനാഷണൽ റൺസ്, മോസ്റ്റ് ODI റൺസ്, മോസ്റ്റ് റൺസ് ഇൻ വേൾഡ് കപ്പ്, മോസ്റ്റ് ഹൺഡ്രഡ്സ്, മോസ്റ്റ് 50+ സ്കോർസ്, മോസ്റ്റ് ODI ഹൺഡ്രഡ്സ്, മോസ്റ്റ് T20 ഹൺഡ്രഡ്സ്, ദ ഡൊമിനേഷൻ ഓഫ് ക്വീൻ സ്മൃതി മന്ദാന എന്നതിന് പറയാം. അവരുടെ അവസാന 32 മത്സരങ്ങളിൽ സ്മൃതി മന്ദാന ഹാസ് 9 ഹൺഡ്രഡ്സ് ആൻഡ് 8 ഫിഫ്റ്റീസ്. കഴിഞ്ഞ 32 ഏകദിനങ്ങളിൽ നിന്നും 9 സെഞ്ചുറികളും 8 ഫിഫ്റ്റികളും. ലോക ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു താരം ഇത്രയും ഡോമിനൻസ് ആ ഒരു ക്രിക്കറ്റിൽ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വർഷം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ 98 ഇങ്ങനെയൊരു ഡോമിനൻസ് കാണിച്ചിട്ടുണ്ടാവാം. വിരാട് കോഹ്ലിയുടെ 2016 എന്ന കൊല്ലം നമ്മുടെ മനസ്സിലുണ്ട്. ഡൊണാൾഡ് ബ്രാഡ്മാന്റെ 940 ഉണ്ടാവാം. ഇപ്പോൾ ഇതാ 2025 2025 ആ ഡോമിനൻസ് സ്മൃതി മന്ദാനയാണ്. ദി വൺ ആൻഡ് ഓൺലി സ്മൃതി മന്ദാന. കഴിഞ്ഞ മത്സരം വഴി ഒരുപാട് റെക്കോർഡുകളാണ് സ്മൃതി മന്ദാന കുറിച്ചത്. നമുക്കറിയാം, ഇന്ത്യ ഓസീസ് ഏകദിന പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കഴിഞ്ഞ മത്സരം തോറ്റതോടെ 2-0 സീരീസ് ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിയറ വെച്ചിരിക്കുകയാണ്. ലോക ഹൈപ്പ് അവിടെയുണ്ട്. ആ സമയത്ത് പോലും ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്തതാണ് സ്മൃതി മന്ദാന വനിതാ ക്രിക്കറ്റ് ലോകത്ത് കാണിക്കുന്ന മാസ്മരിക പ്രകടനങ്ങൾ. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണർമാരായ സ്മൃതി മന്ദാനയും 109 റൺസ്, പ്രതിക റാവലും 122 റൺസ്, ഇരുവരും അവസരത്തിന് ഒത്ത് ഉയർന്നപ്പോൾ വനിതാ ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ 53 റൺസിന്റെ ജയമാണ് സ്വന്തമാക്കിയത്. ഒരുപക്ഷെ ആ മത്സരം തോറ്റിരുന്നെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ വനിതാ ലോകകപ്പിൽ തോറ്റ് പുറത്തായേനെ. അപ്പോൾ ഈ ഒരു ജയത്തോടെ, നിർണായക മത്സരത്തിൽ ഈ ഒരു ജയത്തോടെ ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 49 ഓവറിൽ 3-ന് 340 എന്ന സ്കോറിൽ നിൽക്കെ മഴ കാരണം കുറച്ച് സമയം മത്സരം നിർത്തിവെച്ചിരുന്നു. പിന്നീട് മഴ നിയമപ്രകാരം ന്യൂസിലാൻഡിന്റെ വിജയലക്ഷ്യം 44 ഓവറിൽ 325 ആയി നിശ്ചയിക്കപ്പെടുന്നു. എന്നാൽ 271 റൺസ് മാത്രമേ കിവീസിന് നേടാൻ സാധിച്ചുള്ളൂ. ഒന്നാം വിക്കറ്റിൽ 201 പന്തിൽ 212 റൺസ് കൂട്ടുകെട്ടുമായി മികച്ച തുടക്കം സമ്മാനിച്ച പ്രതിക സ്മൃതി സഖ്യം അവർ നൽകിയ ആത്മവിശ്വാസമാണ് ഈ ഒരു നിർണായക മത്സരത്തിൽ ഇന്ത്യയുടെ വിജയ കുതിപ്പിന് ഇന്ധനമായത്. ഇതിൽ സ്മൃതിയുടെ ഇന്നിംഗ്സാണ് എടുത്തു പറയേണ്ടത്. രാജ്യാന്തര കരിയറിൽ 17ാമത്തെ സെഞ്ചുറിയാണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ പൂർത്തിയാക്കിയത്. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിൽ ഓസ്ട്രേലിയയുടെ മെഗ് ലാനിങ്ങിന് ഒപ്പം എത്തുകയും ചെയ്തു അവർ കഴിഞ്ഞ സെഞ്ചുറിയോടെ. ന്യൂസിലാൻഡിനെതിരെ ഈ ഒരു സെഞ്ചുറി നേടിയതോടെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ താരങ്ങളിൽ രണ്ടാമതെത്താനും സ്മൃതി മന്ദാനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തന്റെ 14ാമത്തെ സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിനം മന്ദാന പൂർത്തിയാക്കിയത്. 15 സെഞ്ചുറികളുള്ള ഓസ്ട്രേലിയയുടെ മെഗ് ലാനിങ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ന്യൂസിലാൻഡിന്റെ സൂസി ബേറ്റ്സ് 13 സെഞ്ചുറികൾ, ഇംഗ്ലണ്ടിന്റെ താമി ബ്യൂമോണ്ട് 12 സെഞ്ചുറികൾ, നതാലി സ്ക്യൂവർ ബ്രാൻഡ് 10 സെഞ്ചുറികൾ, ഇവരാണ് മന്ദാനയ്ക്ക് പുറകിലുള്ളത്. പ്രതിക റാവലിനൊപ്പമുള്ള ഈ ഒരു 200-ലേറെ റൺസ് കൂട്ടുകെട്ട് മറ്റൊരു റെക്കോർഡ് ബുക്കിൽ കൂടി അവരെ ഇടം പിടിക്കുകയുണ്ടായി. 2 തവണ 200-ലധികം റൺസ് കൂട്ടുകെട്ടുണ്ടാക്കുന്ന സഖ്യമായിരിക്കുകയാണ് ഇരുവരും. മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു എന്നതാണ് മന്ദാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതുവരെയായി ലോകകപ്പിൽ 3 സെഞ്ചുറികളാണ് മന്ദാന സ്വന്തം പേരിൽ ആക്കിയിരിക്കുന്നത്. 2017 ലോകകപ്പിലും 2022 ലോകകപ്പിലും ഇപ്പോഴിതാ 2025 ലോകകപ്പിലും ഇന്ത്യക്കായി സെഞ്ചുറി നേടാൻ മന്ദാനയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
ഈ ലോകകപ്പിലെ അവസാന 3 മത്സരങ്ങളിലെയും മികച്ച പ്രകടനങ്ങളോടെ ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ലീഡ് ഒരുപാട് ഉയർത്താനും ഇന്ത്യയുടെ ഈ സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദിന ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ഏകദിന റാങ്കിങ്ങിൽ 809 റേറ്റിംഗ് പോയിന്റുമായിട്ടാണ് മന്ദാന ഇപ്പോൾ 1-ാം സ്ഥാനം നിലനിർത്തിയത്. 2-ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കൈവർ ബ്രന്റ് 726 റേറ്റിംഗ് പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. സ്മൃതിയേക്കാൾ ഏതാണ്ട് 80ഓളം പോയിന്റ് കുറവാണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലീസ ഹീലിയും ബെത്ത് മൂണിയും 718 റേറ്റിംഗ് പോയിന്റുമായി 3-4 സ്ഥാനങ്ങളിലൊക്കെ ഉള്ളപ്പോൾ ആദ്യ പത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളൊന്നുമില്ല. അപ്പോൾ ലോകകപ്പിൽ ആദ്യ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയ സ്മൃതി മന്ദാന പിന്നീട് തുടർച്ചയായി അർദ്ധ സെഞ്ചുറികളും കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിയുമായി ഫോമിലേക്ക് ഉയരുകയായിരുന്നു. വനിതാ ഏകദിനത്തിൽ 5000 റൺസ് തികയ്ക്കാൻ സ്മൃതി മന്ദാന എടുത്തത് വെറും 112 ഇന്നിംഗ്സുകൾ മാത്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 80 റൺസ് നേടിയാണ് മന്ദാന ഈ ഒരു നേട്ടം കൈവരിച്ചത്. 112 ഇന്നിംഗ്സുകളിൽ നിന്നും ഈ നേട്ടത്തിലെത്തിയ അവർ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും വേഗതയേറിയ വനിതയായി അപ്പോൾ മാറുകയായിരുന്നു. മാത്രമല്ല ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ താരവുമാണ്. ബാറ്റിംഗ് ഇതിഹാസം, നമ്മുടെ പുരുഷ ക്രിക്കറ്റിലെ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലിക്ക് 114 മത്സരങ്ങളിൽ നിന്നാണ് 5000 റൺസ് നേടാൻ സാധിച്ചിട്ടുള്ളത്. സ്മൃതി മന്ദാന വിരാട് കോഹ്ലിയുടെയും റെക്കോർഡാണ് ആ സമയത്ത് തകർത്തത്. 112 മത്സരങ്ങളിൽ നിന്നും 5000 റൺസ്. ഏതായാലും സ്മൃതിയുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവോടെ ആദ്യമായി വനിതാ ഏകദിന ലോകകപ്പ് സ്വപ്നം കാണുന്നുണ്ട് ടീം ഇന്ത്യ വനിതകൾ. സ്മൃതി മന്ദാന വൺസ് അഗെയിൻ പ്രൂവ്സ് വൈ ഷീ ഈസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ആ ഹാർട്ട് ബീറ്റിന് ഇന്ത്യയെ സ്വപ്ന നേട്ടത്തിലേക്ക് എത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കാം.